മഴ തുടങ്ങി ടോപ്പില് വഴി അറിയാവുന്ന എവിടെ മിന്നടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനും ശ്രീലുബ്രോ ആയിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. വൈകുന്നേരം ഇപ്പൊ 4 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോകുന്നത് മുട്ര ഹിൽസിലേക്കാണ്. മുട്ര ഓടനാവട്ടത്തിനടുത്തുള്ള മുട്ര ഹിൽസിലേക്കാണ്. മുട്ര മലയാണ് ഫുൾ അവിടെ. നല്ല മഴയുടെ ഒരു ക്ലൈമറ്റ് കാണുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്, മഴയുടെ മൂഡാണ്, നല്ലൊരു അന്തരീക്ഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചുമ്മാ ഒന്ന് കറങ്ങാം. അപ്പൊ ഇപ്പം എന്തായാലും 4 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് ഞങ്ങളന്ന് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയാണ്. തൊട്ടടുത്ത് തന്നെ. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പോയിട്ടില്ല. അതെ. അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയി ഒന്ന് കാഴ്ചകളാക്കാൻ ബാക്കി അവിടെ തന്നെ കാണാം. അങ്ങനെ പോകുന്ന വഴി ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. മീയന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ട് പുറത്ത് ചായക്കടലോട്ട് പോവുകയാണ്. മുട്ട ബജ്ജി, ചട്നി, മുട്ട പൊളിഞ്ഞു, നല്ല മുളകാതിരിയും ചമ്മന്തി. മുളകല്ല, മുളക് ബജ്ജി. മുളക് ബജ്ജി തമിഴ്നാട്ടിലൊക്കെ മുളക് ബജ്ജി എന്ന് പറയും. തമിഴ്നാട്ടിൽ മുളകാന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഈ കടയുടെ പ്രത്യേകതയാണ്. ഈ കടയിൽ നമുക്ക് ചായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചായയിൽ ബൂസ്റ്റ്. ഞാൻ സാധാരണ ഇതിൽ ചെറിയ ബൂസ്റ്റ് ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട്. നല്ല രസമാണ്. ട്രൈ ചെയ്ത് പോകണത്. ഞാൻ കുടിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ബൂസ്റ്റ് ഇട്ട് ചായ പറഞ്ഞാലും ബൂസ്റ്റ് ഇട്ട് ചായ ഇറക്കും. അതെടുത്ത് പ്രത്യേകത. അങ്ങനെ പരിപാടിയിൽ ഞങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുകയാണ്. ചെറിയ ചേഞ്ചസ്. ഒരുത്തിന് വേണ്ടി ഞങ്ങൾ തിരിച്ചു വരികയാണ്. നമ്മുടെ സുഹൃത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അവനെ വിളിച്ച് എടുത്തില്ല. പകുതി ഇനി എത്തിയപ്പോ തിരിച്ചു വിളിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവനെ പിക്ക് ചെയ്യാനായിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ മീയണ്ണൂർ ജംഗ്ഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചായ കുടിച്ച് വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവനെ പിക്ക് ചെയ്യാൻ തിരിച്ചു പോവുക. അങ്ങനെ പിക്ക് ചെയ്തോണ്ട് പോവാം. ഇതാണ് ആ വിഷ്ണു. പോകുന്ന ഞങ്ങളെ തിരിച്ചു വിളിപ്പിച്ച്. വിഷ്ണുവിന് വരുന്ന പറഞ്ഞ് പിന്നെ നമ്മളെ ഒരു വഴിക്ക് പോകുമ്പോൾ വിഷ്ണു അവിടെ പോയിട്ടുണ്ട്. അല്ലേ? പോയിട്ടുണ്ട്. വിഷ്ണു ഫുൾ ടൈം അവിടെ ആരെന്നാ പറയുന്നത്. നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പൊ തുടങ്ങിയെന്ന് ഞങ്ങളങ്ങനെ ഇവിടെ വന്നു. കാർ ഇവിടെ പാർക്ക് ചെയ്തു. മുന്നേ ഇവിടെ ഓഫ് റോഡ് ആരെന്നാണ് വിഷ്ണു പറയുന്നത്. അടിപൊളിയായി എന്നാണ് വിഷ്ണു പറയുന്നത്. നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു. നമ്മള് വന്ന വണ്ടി ഇതല്ല കേട്ടോ. ഇതാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മുട്ര മലയിലെത്തി. ഈ മലയിൽ മുന്നേ മഴ പെയ്യുന്ന വെള്ളമുണ്ട്. അവിടുന്ന് കയറി അവിടെ കയറി. ഇനി നമ്മൾ ഇത് കയറണം. ഇതാണ് മല. മലകയറ്റം കുറച്ച് കഠിനമായിരിക്കും. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. 150 മീറ്റർ. ഒരുപാട് കയറി പോണോ? സ്റ്റെപ്പിന്റെ എണ്ണം പറയുന്നത്. സ്റ്റെപ്പിന്റെ എണ്ണ മുകളിൽ എത്തി എണ്ണ എടുക്കേണ്ടി വരും. അയ്യോ ഇല്ല, ഫോൺ പൊട്ടിട്ടില്ല. അയ്യോ, അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ മുകളിൽ എത്തി. നല്ല കാറ്റ്. അയ്യോ ഇല്ല, കാറ്റാണ്. പിന്നെ ഇവിടെ കാവും സെറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി മുകളിലെത്തിയപ്പോഴത്തേക്ക് ഒരുവിധം ടയർഡായി. സംഭവം നല്ല കയറി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴക്കോളായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ. കുഴപ്പമില്ല, എന്നാലും നല്ല കാറ്റുണ്ട്. മലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മലയാണ്. അവിടെ തന്നെ ഇഞ്ഞറ്റം ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവിടാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഒരു 5 മണി സമയത്തൊക്കെ ഇവിടെ ഇറങ്ങണം കേട്ടോ. നല്ല ഞങ്ങൾ വന്നത് 4 മണിക്കാണ്. അതുപോലെ നല്ല ആ സമയത്തൊക്കെ ഇറങ്ങിയാൽ
അടിപൊളി ക്ലൈമറ്റ്. ഒരുപാട് അങ്ങോട്ട് പോകാൻ. അതെ, ഒരുപാടുണ്ട്. കാരണം ഒരുപാട് വിശാലമായി കിടക്കുക. വിശാലമായിട്ട് നടക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പൊ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ആ ലൈറ്റ് കറക്റ്റ് സെറ്റായി ഇരിക്കുക കേട്ടോ. അതല്ല വെയിലും ഇല്ല. ഒരു 5:30-6 മണി ആയിട്ടുണ്ട്. ഇതാണ് ടോപ്പ് എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായി, കിണ്ണം മഴ. പക്ഷെ ഇതുവരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഏതായാലും ഒരു ഈവനിങ് ഒക്കെ വന്ന് കറങ്ങാനും സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ പെരുമഴ അല്ലെ മിന്നി. അപ്പൊ തിരിച്ച് മഴയത്ത് വഴി അറിഞ്ഞൂടാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വഴി അറിയാവുന്ന എവിടെ? വഴി അറിയാവുന്ന പോണാ ഇങ്ങനെ വേണ ഇവിടെ തന്നാ വഴി അങ്ങോട്ട്. നല്ല മഴ ഓടിക്കോ മഴയത്ത്. അതെ, നമ്മള് പാറയുടെ മുകളിൽ ഇപ്പൊ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയത്ത് തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇതേ സമയത്ത് പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനിൽ കയറി. ഇതിന് മുകളിലൊരു വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമോ? നമ്മൾ അവരോട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. പടി ഇറങ്ങുകയാണ്. അയ്യോ, കോടിക്കുഴഞ്ഞു അല്ലേ. ഞങ്ങൾ തിരിച്ചിറങ്ങി മീയണ്ണൂരെത്തി. വിഷ്ണുവിന് അവിടെ നിന്ന് ബൈക്ക് എടുക്കണം. നല്ല മഴയായിരുന്നു. നല്ല മഴ. വിഷ്ണു ഇവിടെ നിന്ന് ബൈക്ക് എടുക്കണം. എവിടെ മുന്നോട്ട് പോകണം. ബൈക്ക് എടുത്തതിന് ഓപ്പോസിറ്റ് എത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഞാൻ ഇറങ്ങുവാണ്. ശ്രീയിൽ പോകുക. ഓക്കെ ബൈ ഗൈസ്. ഇരുട്ടാണ്, ഇത്ര ഉള്ളു. ഓക്കെ, ലൈറ്റ്. ബൈ.